വേടൻ എന്ന പേര് തന്നെ വ്യാജമാണെന്നും അവന്റെ പിന്നിൽ ജിഹാദികളാണെന്നും RSSന്റെ മുഖമാസികയായ കേസരിയുടെ മുഖ്യപത്രാധിപർ AN മധു പറഞ്ഞിരുന്നു. NR മധു. അദ്ദേഹത്തിന്റെ പാട്ടുകൾ തന്നെയാണ് ഇതിനൊക്കെ തെളിവെന്നും വേടന്റെ പാട്ടുകൾ പരിശോധിച്ചാൽ അയാൾ ഒരിക്കലും ഇവിടത്തെ ദളിത് പിന്നോക്കക്കാരന്റെ വക്താവല്ലെന്നും NR മധു ആരോപിക്കുന്നു. ജനം TVക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം തുറന്നു പറയുന്നത്. കേരളത്തിലെ ഹിന്ദുവായി ജീവിക്കുന്നത് എത്രത്തോളം അപകടകരമാണ് എന്ന് തെളിയിക്കുന്നതാണ് വേടനെതിരായിട്ടുള്ള പരാമർശത്തിലെ തനിക്കെതിരായ കേസെന്നും വേടൻ എന്ന പേര് തന്നെ വ്യാജമാണെന്നും വേടൻ സമുദായം മഹത്തായിട്ടുള്ള പാരമ്പര്യമുള്ളവരാണെന്നും ഒക്കെ അദ്ദേഹം പറഞ്ഞു. അയാൾ വേടൻ സമുദായത്തിൽപ്പെട്ട വ്യക്തിയല്ല. വേടൻ എന്ന പേരിവിടെ ദുരുപയോഗം ചെയ്യുകയാണ്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന അച്ചടക്കമില്ലാത്ത വ്യക്തി വേടൻ എന്ന ഗോത്ര സമൂഹത്തെ അപമാനിക്കുകയാണ്. ഇത്തരം ആളുകളെ ഭരണകൂടം തന്നെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. വേടൻ എന്ന കലാകാരത്തിന് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം ഈ നാടിന്റെ സംസ്കാരത്തിനും ദേശീയ സുരക്ഷിതത്വത്തിനും അനുഗുണമാകണം. വേടന്റെ പാട്ടുകൾ പരിശോധിച്ചാൽ അയാൾ ഒരിക്കലും ഇവിടുത്തെ ദളിത് പിന്നോക്കക്കാരന്റെ വക്താവല്ല, അദ്ദേഹം പറഞ്ഞു. ലോകത്തുള്ള അടിച്ചമർത്തപ്പെട്ടവരുടെ പാട്ടുകളൊക്കെ വേടൻ പാടുന്നുണ്ട്. സിറിയ നിൻ മാറിയിലെ മുറിവ്, കൊറിയ നിൻ മീതെ കഴുകന്മാർ, ലങ്കയിൽ ദാഹം മാറാത്ത പുലികൾ അലയുന്നു. ഇങ്ങനെയൊക്കെയാണ് വരികൾ. വേടന്റെ ഒറിജിൻ ശ്രീലങ്കൻ വനിതയാണ്. വേടൻ പാടുന്ന ഈ പുലികൾ LET-കാരാണ്, ലഷ്കർ-ഇ-തൊയ്ബക്കാർ. ഇവരെ മഹത്വവൽക്കരിക്കുകയാണ്. അവരുടെ ദാഹം മാറിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പരോക്ഷമായി ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കലാണ്. ആള് കൂടുന്നു എന്നതുകൊണ്ട് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റൊന്ന്, സൊമാലിയൻ ബാല്യങ്ങൾ കുടിനീര് തേടി അലയുന്നു എന്നാണ്. എന്തിന് സൊമാലിയ വരെ പോകണം? ദളിതന്റെയും പിന്നോക്കക്കാരന്റെയും ദുര്യോഗം അറിയണമെങ്കിൽ വയനാട്ടിലേക്ക് പോയാൽ മതി. അവർക്ക് കുടിനീരില്ല. അതൊന്നും പാടുന്നില്ല. വേടന്റെ പട്ടിക്കിട്ടിരിക്കുന്ന പേര് ബുദ്ധൻ എന്നാണ്. നമ്മുടെ നാട്ടിലെ ചിലർക്ക് പട്ടി ഹറാമാണ്. ആ പട്ടിക്ക് ബുദ്ധന്റെ പേരിടുന്നതിലൂടെ ഈ ഹറാം വാദികളുടെ പ്രീതി പിടിച്ചു പറ്റാനാണ് വേടൻ ശ്രമിക്കുന്നത്. ദളിത് പശ്ചാത്തലം ഉപയോഗിച്ചുകൊണ്ട് വേടൻ നടത്തുന്ന പരിശ്രമങ്ങൾ ഹിന്ദു സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ജാതി അതീതമായിട്ടുള്ള ഐക്യത്തെ അട്ടിമറിക്കാനാണ്. ഇവിടെ ബോധപൂർവമായിട്ടുള്ള മുസ്ലിം ദളിത് ഐക്യവാദം ഉയർത്തുന്നുണ്ട്. ഈ രാജ്യത്തെ ശിഥിലീകരിക്കുന്നതിനു വേണ്ടി രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന പിന്നോക്ക വിഭാഗങ്ങളെ മുസ്ലിം വിഭാഗങ്ങളിലേക്ക് ചേർക്കാനാണ് അതിന്റെ വക്താവ് വേടൻ എന്ന് സംശയിക്കുന്നു. വേടൻ എന്ന കലാകാരൻ ഉയർത്തുന്ന സാഹിത്യവും അയാളുടെ ശരീരഭാഷ മുഴുവനും ഇവിടുത്തെ ദളിതർക്ക് വേണ്ടിയല്ല, ആരുടെയോ കയ്യിലെ ചട്ടുകമാണ്. അത് ജിഹാദികളാണ്. ഇങ്ങനെയാണ് NR മധുവിന്റെ ആരോപണങ്ങൾ. എന്നാൽ ഇന്ന് പ്രധാനമന്ത്രിക്കെതിരെയും വേടൻ ചില വിഷയങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ച് വേടൻ 5 വർഷം മുൻപ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോയാണ് വിവാദമാകുന്നത്. മോദി കപട ദേശീയവാദി എന്നും ദേശദ്രോഹി തീവ്രവാദി എന്നുമാണ് പാട്ടിലെ പരാമർശം. പ്രധാനമന്ത്രി അധിക്ഷേപിച്ച് പാട്ട് പാടിയിട്ടും ഇതുവരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. ശരിക്കു പറഞ്ഞാല് ഇയാൾക്ക് പണം വരുന്ന സോഴ്സുകൾ അന്വേഷിക്കണം. ഇയാൾക്ക് എവിടെ നിന്നാണ് പണം വരുന്നതെന്നും ആരാണ് ഇയാളെ പിന്നിൽ നിന്ന് നയിക്കുന്നതെന്നും അന്വേഷിച്ചാൽ മാത്രമേ നമ്മുടെ നാട്ടിൽ ഒരു കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന തീവ്ര ജിഹാദികളാണോ പണമെറിയുന്നത് എന്ന് കണ്ടുപിടിക്കാൻ കഴിയും. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, അങ്ങേയറ്റം പ്രകോപനപരമായ രീതിയിലുള്ള പാട്ട്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അവഹേളിച്ചുകൊണ്ടുള്ള പാട്ടാണ് വേടൻ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വേദിയിൽ അവതരിപ്പിച്ചത്. പക്ഷേ ഇതിനെതിരെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. വലിയ വിവാദമാണ് ഇതിന്റെ പശ്ചാത്തലത്തിൽ ഉയരുന്നത്. എന്താണ് കൂടുതൽ വിവരം? തീർച്ചയായിട്ടും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു പാട്ടാണ് ഈ വേടൻ എന്ന റാപ്പർ പാടിയിരിക്കുന്നത്. യൂട്യൂബിൽ ഉൾപ്പെടെ ഇത് അവൈലബിളുമാണ്. 5 വർഷം മുൻപാണ് ഇത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ കുറിച്ച് ഇങ്ങനെ പാടാൻ വേടന് ധൈര്യമുണ്ടാകുമോ? ജോസഫ് മാഷിന്റെ കയ്യും കാലും എടുത്ത മതഭീകരരെ കുറിച്ച് പാടാൻ ധൈര്യമുണ്ടാകുമോ? പഹൽഗാമിൽ
ലിംഗനിർണയം നടത്തി 29 പേരുടെ ജീവനെടുത്ത ഭീകരരെ കുറിച്ച് പാടാൻ ധൈര്യമുണ്ടാകുമോ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങേയറ്റം മോശമായ ഭാഷയിലാണ് ഈ പാട്ടിൽ പറയുന്നത് എന്നുള്ളതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കപട ദേശീയവാദിയാണെന്നും വാളെടുത്തവന്റെ കയ്യിലാണ് രാജ്യം എന്നുൾപ്പെടെ ഇതിൽ പ്രകോപനപരമായിട്ടുള്ള രീതിയിൽ ഈ വേടൻ പറയുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ കലയാണ്, റാപ്പാണ്, കലാകാരനാണ്, ജാതിയുടെ എന്തൊക്കെയോ അനുഭവിക്കുന്ന ആളാണ് എന്നൊക്കെ വരുത്തി തീർത്ത് വായിൽ തോന്നുന്നത് എന്തും ആർക്കെതിരെയും പാടാനും പറയാനും ഇവറ്റകൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട്. ഇവിടെ തീവ്രവാദിയെന്നും രാജ്യദ്രോഹിയെന്നും പല തരത്തിലുള്ള വാക്കുകൾ ഇതിനകത്ത് കുത്തിക്കയറ്റിയിരിക്കുന്നു ഈ പാട്ട്. ഈ സംഭവത്തിൽ ഇതുവരെ ഈ വേടനെതിരെ പോലീസ് കേസെടുക്കുകയോ മറ്റോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഈ വേടൻ ഈ പാട്ട് തുടങ്ങുന്നതിന് മുൻപ് തന്നെ പേര് ഹിരൺദാസ് മുരളിയാണെന്നും മറ്റും ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് പിന്നീട് ഈ പാട്ടിലേക്ക് കടക്കുന്നത്. ആദ്യം വരികളൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് റാപ്പ് സോങ് ആണ് എന്ന് കരുതുന്ന തരത്തിൽ അതിന്റെ പാട്ട് മുന്നോട്ട് പോകുന്നു. പിന്നീടാണ് പെട്ടെന്ന് മോദി എന്ന് പറഞ്ഞുകൊണ്ട് മോദി എന്ന പ്രധാനമന്ത്രിക്കെതിരെ, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരെ അങ്ങേയറ്റം അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള വരികൾ കുത്തിക്കയറ്റി വേദിയിൽ നിന്ന് പാടുന്നത്, ഒരു സ്റ്റേജിൽ നിന്നാണ് ഇത് പാടുന്നത് എന്നുള്ളതാണ്. കാണികളായിട്ട് കേൾക്കുന്നതിന് വളരെ രസകരമായിട്ടുള്ള മറ്റൊരു വസ്തുതയുണ്ട്. ഇതിനകത്തുള്ള ചില കമന്റുകൾ മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അതിനകത്ത് ഞാൻ ശ്രദ്ധിച്ച ഒരു കമന്റ് ഉണ്ട്, കാണിച്ചാൽ. പണം വരുന്ന വഴി അന്വേഷിച്ചാൽ മതി, ആര് ചെയ്യിക്കുന്നു എന്ന് മനസ്സിലാകുമ്പോൾ ഞെട്ടരുത്. വെറുതെയല്ല, കാടനോട് ഒരു പ്രത്യേക മതക്കാർക്ക് അമിതമായുള്ള മതിപ്പ്. ഇതാണ് അനൂപ് മേനോന്റെ കൂടെയുള്ള ഒരു ഇന്റർവ്യൂവിൽ ഈ വേടൻ പറയുന്നുണ്ട്, കലാപം വരണം, കലാപം വന്നാലേ ചോര പൊടിയുള്ളൂ. ഇങ്ങനെ പരസ്യമായി കലാപത്തിന് ആഹ്വാനം ചെയ്തവനാണ് വേടൻ. ഒരുപാട് ആളുകൾ ഈ വേടന്റെ ചുറ്റും അന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ സംഭവത്തിൽ ഇതുവരെയും പോലീസിന്റെ ഭാഗത്ത് നിന്ന് കേസെടുക്കുകയോ അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് ഇത്തരത്തിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ തന്നെ അധിക്ഷേപിച്ചിട്ടും അത് റിമൂവ് ചെയ്യുന്നതിനോ മറ്റൊന്നും വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്ന സാഹചര്യമുണ്ട്. കാരണം നമുക്കറിയാം, ഈ വേടൻ എന്ന റാപ്പറെ കഞ്ചാവ് കേസിൽ പിടികൂടുന്നു. ആ കഞ്ചാവ് കേസിൽ പിടികൂടിയതിനെതിരെ ശേഷം തന്നെ ഈ വേടനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. മാത്രമല്ല, വേടന്റെ സംഗീതം അത് സമൂഹത്തെ ജാതി വേർതിരിവ് സൃഷ്ടിക്കുന്നതാണ് എന്നുള്ള വിമർശനം ഉയരുകയും കേസരിയുടെ മുഖ്യപത്രാധിപരായ NR മധു തന്നെ അതിനെതിരെ വിമർശനം ഉന്നയിക്കുകയൊക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അപ്പോഴും ഈ NR മധുവിനെതിരെ കേസെടുക്കുന്നതിനും മറ്റും തയ്യാറായ പോലീസ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ച ഈ പാട്ടുകാരനെതിരെ, റാപ്പർക്കെതിരെ കേസെടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഈ വേടന്റെ പാട്ടുകൾ സമൂഹത്തെ ജാതീയമായ വേർതിരിവും ആളുകളുടെ ഇടയിൽ ഇല്ലാത്ത ജാതി ചിന്തകൾ ഉണ്ടാക്കുന്നു എന്നുള്ള വിമർശനം നേരത്തെ ഉയർന്നിരുന്നു. ആ വിമർശനം ഉയർന്ന പശ്ചാത്തലത്തിൽ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കൂടി അധിക്ഷേപിക്കുന്ന ഈ പാട്ട് കൂടെ ഇപ്പോൾ പുറത്തു വരുമ്പോൾ ഈ റാപ്പർ വേടൻ ചില മതമൗലികവാദികളുടെ ഒരു ടൂളാണ് എന്നുള്ള വിമർശനം NR മധു ഉൾപ്പെടെ ഉയർത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ വിമർശനമൊക്കെ ശരിവെക്കുന്നതാണ് ഈ പാട്ടുകളിലെ വരികൾ, അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ തന്നെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഈ റാപ്പർ വേടന്റെ പാട്ടിലെ വരികൾ എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഏതായാലും ഈ പാട്ടിന്റെ വരികൾ കപട ദേശീയവാദി എന്നുൾപ്പെടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ഈ വേടൻ എന്ന റാപ്പർ അധിക്ഷേപിക്കുന്നു. ഒപ്പം തന്നെ വാളെടുത്തവന്റെ കയ്യിലാണ് രാജ്യം എന്നും മറ്റും പറയുന്നു. തീവ്രവാദി എന്നും ദേശദ്രോഹി എന്നും ഒക്കെ അങ്ങേയറ്റം രാജ്യവിരുദ്ധമായ ദേശവിരുദ്ധമായ പ്രസ്താവനകളും മറ്റും കുത്തിക്കയറ്റിക്കൊണ്ടുള്ള വരികൾ കുത്തിക്കയറ്റിക്കൊണ്ടുള്ള ഒരു പാട്ടാണ് യൂട്യൂബിൽ ഇപ്പോഴും കിടക്കുന്നത്. പക്ഷേ ഇതിനെതിരെ ഇതുവരെയായിട്ട് കേരള പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഈ വേടനെതിരെ വിമർശനം ഉന്നയിച്ചു എന്ന പേരിൽ NR മധുവിനെതിരെ കേസെടുത്ത അതേ പോലീസ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചിട്ടും വേടനെതിരെ കേസെടുക്കുക അല്ലെങ്കിൽ ഇത് യൂട്യൂബിൽ നിന്ന് റിമൂവ് ചെയ്യുക. ദയവായി തുടരുക, അരുണിലേക്ക് എത്താം. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി നമ്മളോടൊപ്പം ശ്രീ NR മധു, കേസരി മുഖ്യപത്രാധിപർ ചേരുകയാണ്. ശ്രീ NR മധു, താങ്കൾ വേടന്റെ സംഗീതം ഇവയെക്കുറിച്ച് താങ്കൾ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയതാണ്. ജിഹാദികളുടെ കയ്യിലെ ടൂളാണ് വേടൻ എന്നുള്ളത് നമുക്കറിയാം. 5 വർഷം മുൻപ് പ്രധാനമന്ത്രി അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു പാട്ട് വേടന്റേത് ഇപ്പോൾ നിലവിൽ വലിയ വൈറലായിരിക്കുകയാണ്. വിമർശനാത്മകമായ രീതിയിലാണ് അത് വൈറലായിരിക്കുന്നത്. അങ്ങേറ്റം പ്രകോപനപരമായ രീതിയിൽ ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിയെ തരം താഴ്ത്തി അധിക്ഷേപിക്കുന്ന രീതിയിൽ എന്ന് മാത്രമല്ല, കപട ദേശീയവാദിയെന്നും ഭീകരവാദിയെന്നും ദേശദ്രോഹിയെന്നും തീവ്രവാദിയെന്നും ഒക്കെയാണ് ആ പാട്ടിലെ ഉള്ളടക്കം. അതിങ്ങനെ പാടി തിമിർക്കുകയാണ്. ഇത് കണ്ടമട്ടെ പോലീസ് നടിക്കുന്നില്ല. താങ്കൾക്കെതിരെ അന്വേഷണത്തിന് കാണിച്ച തിടുക്കം പോലും പോലീസിന് പ്രധാനമന്ത്രി അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഈ വേദിയിലെ പാട്ടിലൂടെ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. എന്താണ് ഈ അവസരത്തിൽ പ്രതികരിക്കാനുള്ളത്? മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ബ്രാൻഡ് അംബാസഡറായിട്ട് കേരളത്തിലെ ഇടതു സർക്കാർ നിയമിച്ചിരിക്കുന്ന പുതിയ അവതാരമാണല്ലോ വേടൻ. അപ്പൊ എന്തുകൊണ്ടാണ് അയാളെ കേരളത്തിലെ സർക്കാരിന്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് നിയമിച്ചിരിക്കുന്നത് എന്നുള്ളതിന് ഉത്തരം ഇപ്പൊ കിട്ടിക്കഴിഞ്ഞല്ലോ. അപ്പൊ ഇത് ഈ വേടൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ പിന്നില് അന്താരാഷ്ട്ര ശക്തികളുണ്ട്, ജിഹാദികളുണ്ട്, അർബൻ നക്സലുകളുണ്ട് എന്ന് ഞാൻ പറഞ്ഞതിന്റെ പേരിലാണല്ലോ എനിക്കെതിരെ ഇപ്പൊ കേസെടുത്തിരിക്കുന്നത്. അപ്പോ അതേസമയം വേടൻ ഇവിടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരെ എത്ര നിത്യവും വികൃഷ്ടവുമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അയാളുടെ ഈ കലാഭാസം, ഞാൻ ആ വാക്ക് വീണ്ടും രേഖപ്പെടുത്തുകയാണ്, കലാഭാസം നടത്തുന്നത്.
അപ്പോ അതിന്റെ പിന്നിൽ കുറഞ്ഞുകൊള്ളുന്ന ഇടത് ജിഹാദി അച്യുതണ്ട് എന്തുകൊണ്ടാണ് അയാളെ സംരക്ഷിക്കുന്നത്? ഇന്നിപ്പോ അയാളുടെ ഫ്ലാറ്റിൽ നിന്ന് മയക്കുമരുന്ന് കണ്ടുപിടിച്ചതോ അയാൾ മദ്യവും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതോ കുറ്റമല്ലാതായി മാറിയിരിക്കുന്നു. അയാളെ സംരക്ഷിക്കാൻ കേരളത്തിന്റെ പോലീസ്, നമ്മുടെ വേദിയിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാകും, കേരളത്തിന്റെ പോലീസ് തന്നെ അയാളുടെ ഔദ്യോഗിക സേനയായി മാറിയിരിക്കുകയാണ്. അപ്പൊ ഇത്തരം ഒരു സാഹചര്യം വളരെ അപകടകരമായ സാഹചര്യമാണ്. ഇത് കാശ്മീർ വിഘടനവാദത്തിന്റെ പീക്ക് ടൈമിൽ നമ്മൾ കണ്ട അതേ അവസ്ഥ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ കാണുകയാണ്. രാജ്യദ്രോഹികളെ സംരക്ഷിക്കുന്ന ഭരണകൂടം, രാജ്യദ്രോഹികൾ ഒത്താശ ചെയ്യുന്ന ഭരണകൂടം, ലോകാരാധനായ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രിയെ ഏത് തരത്തിൽ എത്ര പയറ്റമായിട്ടാണ് അയാൾ ചിത്രീകരിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടു. അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിടുന്നതിന് പകരം അയാൾക്ക് സംരക്ഷണം കൊടുക്കുന്ന പോലീസാണ്. അയാൾക്ക് സ്വീകരണവും ആദരവും കൊടുക്കാൻ നേരിട്ട് എഴുന്നള്ളുന്ന മുഖ്യമന്ത്രിയുള്ള നാടാണ് കേരളം. അതുകൊണ്ട് കേരളത്തിന്റെ പോക്ക് വളരെ അപകടകരമാണ്. ജമ്മു കാശ്മീരിന്റെ വഴിയാണ് കേരളം എന്നുള്ളതിന്റെ തെളിവാണിത്. കേരളത്തിൽ ഹിന്ദുവായി ജീവിക്കുക എന്ന് പറയുന്നത് എത്ര അപകടകരമാണ് എന്നുള്ളതിന്റെ തെളിവാണല്ലോ എന്നെ പോലെ ഒരാൾക്കെതിരെ സർക്കാർ കേന്ദ്രീകരിക്കാൻ പറയുന്നത്. ശരിക്കും കേന്ദ്രീകരിക്കേണ്ട ആൾ സർക്കാരിന്റെ സംരക്ഷണത്തിൽ നിൽക്കുകയാണ്. മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ ബ്രാൻഡ് അംബാസഡറായി കേരളത്തിലെ യുവജനങ്ങളെ വഴിതെറ്റിക്കാൻ പറ്റി ഇടത് സർക്കാരിന്റെ ഗൂഢാലോചനയാണ് ഇതെല്ലാം. അയാളെ ഇത്തരത്തിൽ സംരക്ഷിക്കാൻ കാരണം തന്നെ അയാൾ ദേശീയതയ്ക്കെതിരാണ്, ഭാരതത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരാണ്. ആ പ്രധാനമന്ത്രി ഏറ്റവും പ്രേക്ഷമായി ചിത്രീകരിച്ചു എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇവർക്കൊക്കെ സ്വീകാരനായി ചിന്തിക്കുന്നത്. യാതൊരു സംശയമില്ല. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ പോലും വളരെ മോശമായി ചിത്രീകരിച്ച വ്യക്തി എങ്ങനെയാണ് ഒരു പ്രത്യേക രാഷ്ട്രീയ വിഭാഗത്തിനും മറ്റൊരു പ്രത്യേക മതവിഭാഗത്തിനും താല്പര്യമുള്ള സ്വീകർത്താവായിട്ട് മാറുന്നത്? നന്ദി.